ജനറൽ OBC സ്റ്റുഡൻസിന് കേരളത്തിൽ എന്തെങ്കിലും സ്കോളർഷിപ്സ് മെറിറ്റ് ഫീയിൽ നിന്നും BDSന് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ ജനറൽ അല്ലെങ്കിൽ OBCക്കാർക്കുള്ള ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു 3.3 lakh പെർ ഇയർ ആണ് ട്യൂഷൻ ഫീ തന്നെ വരുന്നത്. അതുകൂടാതെ തന്നെ ഇവർക്ക് സ്പെഷ്യൽ ഫീസ് ഉണ്ടല്ലോ, അറൗണ്ട് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 50,000 അതെ, സെക്കൻഡ് ഇയർ 35,000 താഴെ. അത് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഫിക്സ് ചെയ്തേക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. അത് തന്നെയായിരിക്കും ഈ വർഷം ഫോളോ ചെയ്യുന്നത്. അതെ, അതായത് കേരളത്തിലെ എല്ലാ കോളേജിലുമായിട്ട് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ഫീ ആണത്. അതെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് ഇത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫീ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ. കാരണം കഴിഞ്ഞൊരു 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ഫീസ് താഴ്ത്തി സ്കോളർഷിപ്സ് കൊടുക്കുന്ന കോളേജസ് കേരളത്തിൽ അവൈലബിൾ ആണ്. അതായത് ഓരോ കോളേജിൻ്റെ പോളിസിയാണത്. അവർ നീറ്റിന് ഇപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് സ്കോറുള്ള കുട്ടികൾക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ +2 ഇപ്പോൾ എബോവ് ഒരു 90% ഉള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം, അതെ. അല്ലെങ്കിൽ ആനുവൽ ഇൻകം തീർത്ത് ലോ ആയിട്ടുള്ളവർക്ക് കൊടുക്കാം, പേരൻസിന് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഡിപ്പെൻസ്. അതുപോലെ തന്നെ എന്താ, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ എന്ത് ബേസിസിലാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ അകത്ത്. മാത്രമല്ല, ഈ പറയുന്ന ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ ആ 100 സീറ്റിലേക്കും അങ്ങനെ പരിഗണിക്കുമെന്നല്ല. അതെ. ആദ്യത്തെ ഒരു കുറച്ച് ഫോർ എക്സാമ്പിൾ 20 സീറ്റ്സ് അല്ലെങ്കിൽ 25 സീറ്റ്സ്, അത് കോളേജിൻ്റെ ഒരു പോളിസിയാണത്. അതെ. ഇപ്പം നമുക്കിപ്പോൾ അലോട്ട്മെൻറ്റിൽ ഒരാൾ സീറ്റ് എടുത്തിട്ട് വന്ന് നമുക്കത് റേറ്റ് കുറച്ച് തരുമോ, അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു കോളേജും അലോ ചെയ്യുന്ന ഒരു കാര്യം സമ്മതിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ. നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഏറ്റവും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ കോളേജായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്കൊരു നിങ്ങൾക്ക് നിങ്ങൾ പേ ചെയ്യുന്ന ഫീസിന് ഈക്വലായിട്ടുള്ള ക്വാളിറ്റിയുള്ള കോളേജിലേക്ക് ഉറപ്പായിട്ട് എത്തിച്ചേരാൻ സാധിക്കും കേരളത്തിൽ. ഈവൻ ദോ ഈ പറഞ്ഞ കേരളത്തിലെ കോളേജുകൾ ക്വാളിറ്റിയിൽ ഈ പറഞ്ഞ അതർ സ്റ്റേറ്റിൽ പോകുന്നതിനേക്കാളും വളരെ മുമ്പിൽ ക്വാളിറ്റിയിൽ നിൽക്കുന്ന കോളേജുകളിൽ പോലും അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതെ, അപ്പോൾ നിങ്ങൾ ലോ ബഡ്ജറ്റിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 3.3 lakh അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ലോ ബഡ്ജറ്റിൽ തന്നെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എല്ലാ കോളേജും കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന കേരളത്തിലെ കോളേജിന് മിനിമം ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. ഏറ്റവും സ്ട്രിക്റ്റ് ആയി ഇപ്പം ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ പോലും ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളിപ്പം അതർ സ്റ്റേറ്റിൽ ഇപ്പോൾ ഇഷ്ടം പോലെ എന്തെങ്കിലും കോളേജ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കുഹാസ്. സോ ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് എല്ലാ കോളേജും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മിനിമം ക്വാളിറ്റി കേരളത്തിൽ ഗ്യാരണ്ടീഡ് ആണ്. അതായത് ഒരു കുറഞ്ഞ ഫീസ് നോക്കി മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നമ്മൾ പെടണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള ക്വാളിറ്റി ഉള്ള കോളേജുകളുണ്ട്. അതെ. ആ ഒരു ക്വാളിറ്റിയുള്ള കോളേജിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട് സ്കോളർഷിപ്സിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടോ SC ST OEC സ്റ്റുഡൻസിന് എല്ലാ കോളേജിലും ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തെങ്കിലും അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.